ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെനിഫക്സ് യൂട്യൂബ് ചാനൽ. അതെ, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒരു മിനിറ്റ് കാണാമോ? കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക. This man is single-handedly fighting to save Velaini Lake from plastic waste. ഇവിടെ എല്ലാവരും ഇതിലെ പുള്ള വൈഫിനൊക്കെ ശ്വാസം മുട്ടാം ഈ പുകയടിച്ച്. ഇത് പ്രതികരണം കാണാൻ വേണ്ടി ഇവിടെ കോർപ്പറേഷൻ ആൾക്കാർ ഒരു വകുപ്പ് വന്നിട്ടില്ല അങ്ങോട്ട് போறாங்க. போயிட்டு லாரி எம்டியா வரணும் அப்படிங்கிறதுக்கு என்ன பண்றாங்க, கேரள மக்கள் ஒரு 8,000 ரூபா 10,000 ரூபா பே பண்ணி அவங்க அந்த வேஸ்ட்டை நம்ம ஊர்ல கொண்டு வரக்கு. ഈ കണ്ട വീഡിയോസിൽ നിന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലായി കാണുമായിരിക്കും. എന്നാലും ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കാര്യം പറയാം. കനേഡിയൻ ഗവൺമെൻറ് കഴിഞ്ഞ 2023 $37.2 ബില്യൺ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ നിന്ന് റവന്യൂ നേടിയിട്ടുണ്ട്, ലാഭം. 2030 ആകുമ്പോഴത്തേക്ക് $64.22 ബില്യൺ വരുമാനം പ്രതീക്ഷിക്കുന്നു. ഇതിൽ നിന്ന് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ആവറേജ് സാലറി എന്ന് $34.63 പെർ അവർ കിട്ടുന്നു എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഞാൻ കാര്യത്തിലോട്ട് കിടക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ യാദർശികമായിട്ടൊരു വീഡിയോ കണ്ടു. തമിഴ്നാട് ഗവൺമെൻറ് ഇറക്കിയിരിക്കുന്ന ഒരു ന്യൂസ്. അതൊരു 3 മാസക്കാലം മുമ്പുള്ളതാണ്. കേരളത്തിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തമിഴ്നാട്ടിൽ വെയ്റ്റബിൾസ് എടുക്കാൻ വരുന്ന ലോറികളിൽ കയറ്റി തമിഴ്നാടിന്റെ ചില പ്രദേശങ്ങളിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നു എന്നുള്ളതാണ് ആ വീഡിയോ. In Tamil Nadu's Tirunelveli district, the waste, including medical records of patients, were dumped on Sunday night, leading to a massive controversy. The Tirunelveli district administration has initiated criminal action by registering 2 cases against the miscreants who dumped medical waste from Kerala. Locals say that many complaints have been filed in the past stating that such waste is being brought from Kerala and dumped in the local villages of the bordering districts between the 2 states like Tirunelveli, Tenkasi and Kanyakumari. மாசத்துக்கு முன்னாடி என்னோட இடைகள் பஞ்சாயத்துக்கு உட்பட்ட ஸ்டீபன் ஸ்கூல் பக்கத்துல ஒரு ஸ்மோக் வந்துகிட்டு இருந்துச்சு. அப்போ பக்கத்துல என்ன சம்பந்தம் இல்லாம ஒரு ஏரியாவில் ஸ்மோக் வருதுன்னு சொல்லி செக் பண்ணும்போது கேரளா வேஸ்ட்டை கொண்டு வந்து போட்டு எரிச்சிட்டு இருக்கிறாங்க. கேரளா வேஸ்ட் நாங்க எப்படி ஐடென்டிஃபை பண்றோம்னா, அந்த வேஸ்ட்ல ஃபுல் அண்ட் ஃபுல் மலையாள லெட்டர்ஸ் தான் உண்டு. இப்போ உதாரணத்துக்கு மோட்டார் வேஸ்ட் நம்பர் பிளேட் KL ரெஜிஸ்ட்ரேஷன் உண்டு. மக்கள் எஜுகேஷன், அதாவது லாரி டிரைவர் அது மாதிரி போற மக்கள் எஜுகேஷன்ல அந்த அளவு இல்லாதனால இதோட பின்விளைவுகள் எப்படி இருக்குன்னு தெரியாம ஒரு 4,000 ரூபாய் 1 ரூபாய்க்கு ஆசைப்பட்டு கொண்டு வந்து வேஸ்ட் எல்லாம் கொண்டு வந்து நம்ம ஊர்ல கொட்டிட்டு போயிடுறாங்க. கொஞ்ச காலத்துக்கு முன்னாடி இந்த கோழி கழிவுகள், மருத்துவ கழிவுகள் எல்லாமே இந்த ஏரியாவில் கொண்டு வந்து நைட் நேரம் பெட்டி ஆட்டாவில் இந்த லாரியில் எல்லாம் கொண்டு வந்து லோடு அங்கங்கே பையில பிடிச்சி கொண்டு வந்து குறிப்பிட்ட ஏரியாவில் 2 பையும் 3 பையும் நிறைய கொண்டு போயிடுவாங்க. ഒരു വർഷക്കാലം കേരളത്തിൽ ഏകദേശം 3.17 മില്യൺ ടൺ വേസ്റ്റാണ് നമുക്ക് ഉൽപ്പാദിക്കപ്പെടുന്നത്. ഇത് പ്രോപ്പറായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്താൽ നമുക്ക് ബില്യൺസിൻ്റെ വരുമാനം കിട്ടാനുള്ളതാണ്. 1% ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഇതിലെ ആശയം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കോ പഞ്ചായത്ത് തലത്തിലോ മുനിസിപ്പൽ തലത്തിലോ വർക്ക് ചെയ്യുന്നവർക്കോ അത് അയച്ചു കൊടുക്കുക. ഈ വീഡിയോയുടെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് വഴി നമുക്ക് ലക്ഷ്യങ്ങൾ സമ്പാദിക്കാൻ സാധിക്കും. ഇതിൻ്റെ സാധ്യതകളെ പറ്റിയുള്ള തുടർ വീഡിയോസ് എൻ്റെ ഈ ചാനലിൽ വരുന്നതാണ്. ഇനിയും നിങ്ങൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് എങ്ങനെ നടക്കുന്നു എന്നുള്ളത് ഞാൻ കാണിക്കുകയാണ്. ഇതെൻ്റെ കുറച്ച് ദിവസത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. ഇത് ഞങ്ങൾ പ്രോപ്പറായിട്ട് എങ്ങനെ അത് ഡിസ്പോസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് കാണുന്നത്. ഇതിലൂടെ നമുക്ക് വരുമാനവും ലഭിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോയിൽ എൻഡിൽ അതിൻ്റെ വരുമാനത്തിൻ്റെ കുറിച്ചും ഞാൻ പറയുന്നതായിരിക്കും. ഇത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചില പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് വരുന്നു. ഇവിടെ കളക്ഷൻ പോയിന്റുകളുണ്ട്. അതൊരു കമ്പനിയാണ് ഇത് നടത്തുന്നത്. അവിടെ എന്തൊക്കെ പ്രൊഡക്റ്റുകൾ എടുക്കുന്നു എന്നുള്ളത് അവർ വെളിയിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളും എല്ലാം. ഇതൊരു ചെറിയൊരു ഫാക്ടറി പോലെ തന്നെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇവിടെ പ്ലാസ്റ്റിക് ശേഖരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുപ്പികൾ, പിന്നെ ക്യാനുകൾ, പേപ്പർ ക്യാന്, അങ്ങനെ
നിരവധി വേസ്റ്റുകൾ സെപ്പറേറ്റ് ചെയ്ത് ഇവർ കളക്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഓരോ ബോട്ടിലും ഞങ്ങളുടെ തീരുമ്പോൾ ഞങ്ങൾ ആ പ്രോപ്പറായിട്ടൊന്ന് കഴുകും കേട്ടോ. 1 or 2 times ഒന്ന് വെള്ളം ഒഴിച്ച് അതിനകത്ത് വേസ്റ്റുകളെല്ലാം കളഞ്ഞിട്ടാണ് ഞങ്ങൾ വെക്കുന്നത്. അല്ലെങ്കിൽ ഇത് കുറച്ചൊക്കെ മിൽക്കിൻ്റെ ബോട്ടിലുകളാണ്, അതൊക്കെ കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോൾ സ്മെല്ല് വരും. അപ്പോൾ അതിന് പകരം ഞങ്ങൾ ഒന്ന് കഴുകിയിട്ടാണ് ഇവിടെ കൊണ്ട് കൊടുക്കുന്നത്. ഇവിടെ നിന്നുള്ള മിക്കവാറും ആൾക്കാർ അത് തന്നെ ചെയ്യുന്നവരാണ്. ജ്യൂസിൻ്റെ ബോട്ടിലുണ്ട്, അതും അതുപോലെ തന്നെ ഞങ്ങൾ ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് കുലുക്കി അതിനകത്ത് വേസ്റ്റുകളെല്ലാം കളഞ്ഞിട്ടാണ് ഇത് വെക്കുന്നത്. അല്ലെങ്കിലും അവരെടുക്കും, എന്നാലും നമ്മുടെ ഒരു മര്യാദയ്ക്കാണ് നമ്മളത് ചെയ്തു കൊടുക്കുന്നത്. നമ്മൾ വെള്ളം കുടിച്ചിട്ട് ഒരു ബോട്ടിൽ പോലും വെളിയിൽ കളയത്തില്ല, കാരണം ഇതിനെല്ലാം പൈസ കിട്ടുന്നതാണ്. ഇതിനെല്ലാം പൈസ കിട്ടുന്നതുകൊണ്ട് നമ്മളൊന്നും വേസ്റ്റായിട്ട് കളയത്തില്ല. കണ്ടോ, ഇതെന്ത് സിമ്പിളായിട്ടാണ് അവർ മാറ്റുന്നത് നോക്കിയേ. നമ്മുടെ നാട്ടിൽ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വേസ്റ്റ് മാനേജ്മെൻറ്റ് സർവീസുകാരും അവരുടെ പണി ചെയ്യുന്നത്. ഇതുപോലൊരു ഷോപ്പ് നമ്മുടെ ജില്ലയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നാൽ, ഇതുപോലെ നമ്മുടെ വീട്ടിൽ വരുന്ന എന്തുമാത്രം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമുക്ക് തന്നെ കളക്ട് ചെയ്ത് നമുക്ക് തന്നെ കൊണ്ടു കൊടുത്ത് നമുക്ക് അതിനകത്തുനിന്ന് ഒരു വരുമാനം കണ്ടെത്താൻ സാധിക്കും. കേരളത്തിൽ നിന്ന് പ്രതിവർഷം ആക്രി പറക്കി ഇതുപോലെ കുപ്പിയും പാട്ടൊക്കെ പറക്കി ജീവിക്കുന്ന എന്തുമാത്രം ആൾക്കാരുണ്ടെന്നറിയോ? അവരൊക്കെ ലക്ഷങ്ങളാണ് സമ്പാദിക്കുന്നത്. അതിന് പകരം നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒരു സ്റ്റാർട്ടപ്പായിട്ട് ഇതുപോലൊരു സംരംഭം ആരംഭിച്ചാൽ അതിനകത്തുനിന്ന് എന്തുമാത്രം ബെനിഫിറ്റ് അവർക്ക് കിട്ടാൻ സാധിക്കും. നമ്മുടെ റോഡിൻ്റെ സൈഡിലും നദികളിലും അതുപോലെ തന്നെ വനപ്രദേശത്തിലും എന്തുമാത്രം ബിയർ ബോട്ടിലുകളും പ്ലാസ്റ്റിക് ബോട്ടിലുമാണ് കിടക്കുന്നത്. ഇതുപോലൊരു സംരംഭം ഉണ്ടെങ്കിൽ, ഒന്നുമില്ലെങ്കിലും ആ ബിയർ ബോട്ടിലെങ്കിലും കളക്ട് ചെയ്ത് അതിനെങ്കിലും പൈസ കൊടുക്കുന്ന ഒരു ഐഡിയ കൊണ്ടുവന്നാൽ, ആരെങ്കിലും കൊണ്ടുവന്നാൽ, ഈ വേസ്റ്റ് ഇങ്ങനെ നമ്മുടെ റോഡിൽ കിടക്കുകയോ, നമ്മുടെ നാട് ഇത്ര അഴുക്കായി കിടക്കുക. നിങ്ങൾ നേരത്തെ കണ്ട വീഡിയോയിൽ എന്തുമാത്രം വേസ്റ്റാണ് കിടക്കുന്നത്, എന്തുമാത്രം പ്രശ്നങ്ങളാണ് കിടക്കുന്നത്. ഒന്നിച്ചൊരു വേസ്റ്റ് വരുമ്പോൾ അത് പ്രോപ്പറായിട്ട് നമുക്ക് അത് തരംതിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് പകരം കുറച്ച് ഒരു വീട്ടിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ ഇതുപോലെ തരംതിരിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ആ നാട്ടിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് നടത്താൻ സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത്ര ബില്യൺ എമൗണ്ടാണ് കാനഡ ഒരു വർഷം വേസ്റ്റ് മാനേജ്മെൻറ്റിൽ നിന്ന് ഉണ്ടാക്കുന്നുള്ള ഒരു ഉദാഹരണമാണ് ഈ കാണുന്നത്. കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ ഇതുപോലുള്ള സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകൾ ഉണ്ടെങ്കിലും പ്രാദേശിക തലത്തിൽ തന്നെ ഉണ്ടാവേണ്ട അനിവാര്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 34 മില്യൺ മെട്രിക് ടൺ വേസ്റ്റാണ് ഒരു വർഷം കേരളത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്നത്. അത് ഞാൻ പറഞ്ഞല്ല കേട്ടോ, ഗൂഗിൾ എനിക്ക് തന്ന ആൻസറാണ്. അപ്പം ഇതിൽ നിന്ന് തന്നെ എന്തുമാത്രം ആൾക്കാർക്ക് ജോലി സാധ്യതയുണ്ട്, എന്തുമാത്രം ആൾക്കാർക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഗവൺമെൻറ് തലത്തിലുള്ള ഇനിഷ്യേറ്റീവാണ് നമ്മൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ റീസൈക്കിൾ വരുന്ന സാധനത്തിൻ്റെ പ്രൊഡക്റ്റുകൾ മേടിച്ച് കഴിഞ്ഞാൽ ഒരു ക്യാഷ് ഡിപ്പോസിറ്റ് ആയിട്ട് ഒരു എമൗണ്ട് അവർ കളക്ട് ചെയ്യുന്നുണ്ട്. അത് 10 പൈസയാണ് ഒരു ബോട്ടിൽ നിന്ന് ബില്ലിൽ വരുന്നത്. അത് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് പൈസ തിരിച്ചു കിട്ടുന്നുണ്ട്. ഓരോ പ്രൊഡക്റ്റിനും ഡിഫറെൻറ്റ് വിലയാണ് നമുക്ക് കിട്ടുന്നത്. അതിനനുസരിച്ചുള്ള ബില്ല് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും നമ്മുടെ നാടിന് പ്രയോജനകരമാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമാണ്. നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മൾ കുടിക്കുന്ന കുപ്പികളൊക്കെ വലിച്ചെറിയാതെ നമ്മളത് പ്രോപ്പറായിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് അത് പ്രോപ്പറായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലെത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമാണ്. നമ്മൾ ഓരോരുത്തരും അത് ചെയ്താൽ നമ്മുടെ നാട് ഇത്ര മനോഹരമായിരിക്കും. കടൽക്കരയിൽ കിടക്കുന്ന കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പറക്കുന്ന ഒരു വിനോദസഞ്ചാരിയുടെ വീഡിയോ ഞാൻ കഴിഞ്ഞിടയിൽ കാണാനിടയായി. അത് ലോക മാധ്യമങ്ങൾ വരെ ഏറ്റെടുത്തൊരു ചർച്ചാ വിഷയമാണ്. അപ്പോൾ നമ്മുടെ നാടിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.